നമുക്ക് മറ്റൊരു സഹോദരിയുടെ ചോദ്യം അവരുടെ മകന് വേണ്ടിയിട്ടാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന 20 വയസ്സായ മകൻ. അവന് പഠിക്കുന്ന സമയത്ത് ഒരു അഫയർ ഉണ്ടായി, ഒരു കുട്ടിയുമായി ബന്ധമുണ്ടായി. അങ്ങനെ ആ ബന്ധം തെറ്റാണെന്ന് ഉമ്മ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവനതിൽ നിന്ന് പിന്മാറി. ആ കുട്ടിയും പിന്മാറി, യവനും പിന്മാറി. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവന് ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുക, എന്തെങ്കിലുമൊക്കെ പറയുക, പേടിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ സഹോദരി പറയണമെന്ന് വെച്ചാൽ, ഞാനൊരു സലഫി കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ കല്യാണം കഴിച്ചുകൊണ്ടത് യാഥാസ്ഥിക കുടുംബത്തിലേക്കാണ്. അവർ വേണ്ടാത്ത മന്ത്രം ഉറുക്കും അങ്ങനത്തെ ഒക്കെ ചെയ്ത് ഈ കുട്ടിയെ വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതിപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. ഒന്നാമത് ഹസ്ബൻഡ് നാട്ടിലില്ല. പിന്നെ അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകും, ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കൊക്കെ പോകും. അപ്പോൾ അതല്ലാത്തൊരു പ്രതിവിധി എന്താണ്, ഒരു ഇസ്ലാമികപരമായി ശരിക്കും ചെയ്യേണ്ട എന്താണെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. ഈ പ്രേമനൈരാശ്യത്തിന് ഡിപ്രഷൻ സാധാരണ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഈ ചെറുപ്പക്കാരായ കുട്ടികളെ 10, 22, 23 വയസ്സായ ചെറുപ്പക്കാരായ കുട്ടികളെ ഡിപ്രഷനായിട്ട് കൊണ്ടുവരും, മാനസിക അസ്വസ്ഥത കൊണ്ടുവരുമ്പോൾ നമ്മളതിലൊരു പ്രധാന കാരണമായിട്ട് കാണുന്നത് ഒരു പ്രേമം അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, മാനസികമായ ഒരു പ്രശ്നം ഉണ്ടാകും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഇഷ്ടം, ബന്ധമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു അട്രാക്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ, തടസ്സപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, കാണാൻ കഴിയാത്ത, അവരെ കൂടെ ജീവിക്കാൻ കഴിയാത്തതിൻ്റെയൊക്കെ ഭയങ്കരമായ ഒരു മാനസിക ആഘാതമുണ്ടാവും. ഇപ്പോൾ ഈ കുട്ടിക്ക് അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭയപ്പെടാനൊന്നുമില്ല. നമ്മൾ സാധാരണഗതിയിൽ എന്താണ്, ഈ ബന്ധം ഒഴിവാവലായിരുന്നു നല്ലത് എന്ന് അവന് ബോധ്യപ്പെടുക എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. അത് അവനെ ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് ഞാനിത് രക്ഷപ്പെട്ടു, അതാണ് എനിക്ക് ഗുണമായിരുന്നത് എന്നെന്ത് ചെയ്യണം, അവരെ കൺവിൻസ് ചെയ്യണം. രണ്ടാമത്തത്, ഇനി അങ്ങനെയൊക്കെ കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചെറുതായിട്ട് മെഡിസിൻ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് പരിഹരിക്കപ്പെടും. എല്ലാറ്റിലും ഉണ്ട്, അലോപ്പതിയിലും ഹോമിയോയിലും ഒക്കെ മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു പരിധി വരെ അവർക്കിതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് മനസ്സിലാവുന്നത്. നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായി പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഇതിന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റിയൊരു മറുപടി അതാണ്. തീർച്ചയായിട്ടും.